ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കുമരകത്തിനടുത്തുള്ള മലരിക്കലിൽ വീണ്ടും ഒരു ആമ്പൽ വസന്തം വന്നെത്തി. അപ്പോൾ ഇനിയുള്ള ഒരു മാസക്കാലത്തേക്ക് നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. കാരണം ഇതൊരു പാടത്താണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കൃഷി ഇറക്കുന്ന ടൈം ആകുമ്പം ഇവരിത് മൊത്തം കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ അത് മഴ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രിപ്പിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത ചേട്ടൻ എന്ന് പറഞ്ഞാൽ കൊച്ചുവൻ ചേട്ടനാണ്. പുള്ളിയുടെ ബോട്ട് ഓടിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളിയാണ് നമുക്ക് ഈ സംഭവ വിവരങ്ങൾ നമുക്ക് തന്നത്. അപ്പോൾ പുള്ളിയുടെ നമ്പറും ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ക്യാപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പുള്ളിയെ വിളിച്ച് കഴിഞ്ഞാൽ പുള്ളി വേണ്ട ഹെൽപ്പുകൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ പൂ പറിച്ചു നശിപ്പിച്ചു അങ്ങനെ ഓർത്ത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഇത് ഒരു മാസം ആയുസ് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല ഇത് പാടത്തുണ്ടാകുന്നതാണ്. അപ്പോൾ കൃഷി ടൈം ആകുമ്പോൾ ഇവർ മാറ്റുന്നതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് പറിച്ചവർ നമുക്ക് ഫോട്ടോ എടുക്കാനും സംഭവമൊക്കെ ആയിട്ട് നമുക്ക് തരും. ഒരുപാട് പൂത്ത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ പറിക്കാൻ സമ്മതിക്കില്ല. കാരണം ആ ഭംഗി പോകാതിരിക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് അവർ ബോട്ടും അധികം കയറ്റുന്നൊന്നും നമ്മൾ കണ്ടില്ല. അല്ലാത്ത രീതിയിലുള്ള സ്ഥലത്തൂടെയൊക്കെ അവർ നല്ല രസമായിട്ട് നമ്മൾ കാണിച്ചു തരും. അപ്പോൾ രാവിലെ നമ്മൾ 6:30 ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിതിൻ്റെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. കാരണം 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം മൊത്തം വാടിയല്ല, അത് വീണ്ടും ഒരു മൊട്ട് പോലായി മാറും. അപ്പോൾ ആ ടൈമിനുള്ളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് വലിയ താഴ്ചയുള്ള സ്ഥലമൊന്നുമല്ല. അതുകൊണ്ട് അങ്ങനത്തെ വേറെ സേഫ്റ്റി പ്രശ്നങ്ങളോ അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഭാഗത്ത് പോയി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വേറൊരു ചെറിയൊരു കായൽ പോലൊരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്കൊരു റൈഡിന് വേണമെങ്കിൽ പോകാം. അല്ലെങ്കിൽ നമുക്ക് അവിടെ കണ്ടിട്ട് തിരിച്ചു വരാൻ 2 ഓപ്ഷനാണ്. ഞങ്ങൾ എന്തായാലും പോയപ്പോഴത്തേക്ക് ആ കായലിൻ്റെ ഭാഗത്തോ അതിലേക്കൊരു ജസ്റ്റ് ഒരു റൈഡിന് പോയി. അപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ കൊച്ചുവൻ ചേട്ടന് അവിടെ അറിയാവുന്നതുകൊണ്ട് പുള്ളിയെ നമുക്കത് സജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളങ്ങനെ അവിടെ എല്ലാം കൂടെ കവർ ചെയ്തിട്ട് വന്നു. അപ്പോൾ ഈ ടൈമിൽ പോവുകയാണെങ്കിൽ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കല്യാണം അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് പോലുള്ള സംഭവത്തിനൊക്കെ നല്ല രസമുള്ള സ്പോട്ടാണ്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ മലയാളികൾ മാത്രമല്ല, മലയാളികളും വരുന്നുണ്ട്. എന്നാലും മലയാളികൾ മാത്രമല്ല, പുറത്തുനിന്നുള്ള അതായത് വിദേശികളും ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻസും ഒക്കെ ഇത് കാണാൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഏകദേശം 1 മാസത്തോളം സമയമുണ്ട്. അപ്പം താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. സംഭവം അടിപൊളിയാണ്. വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നന്ദി.